ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ഈ ഒരു നെക്കിൽ തേച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല, കാരണം ഇത് ഇപ്പോൾ തന്നെ അബ്സോർബായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഹായ് ഗൈസ്, ഇപ്പോൾ എന്തൊരു ചൂടാണല്ലേ, എങ്ങോട്ട് തിരിഞ്ഞാലും ചൂട്, വീടിനകത്തിരുന്നാലും ചൂട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ചൂട് കാലത്താണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഒട്ടുമിക്കവരും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിമ്പിൾസ് ആണല്ലേ. ഇപ്പോൾ മുഖത്തെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ പിമ്പിൾസ് ആണ്. പക്ഷേങ്കിൽ നമ്മുടെ ഓവറോൾ സ്കിന്നെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 80% ആൾക്കാരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൂടുകുരുവാണല്ലേ. ചൂടുകുരുവുണ്ട്, പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ഇച്ചിയും ചെറിയ 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 ചൊറിച്ചിലുകളും അലർജി പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പം ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാം. പക്ഷെ നമ്മളാരും അതൊന്നും ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറില്ല അല്ലേ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുവാവകൾ മുതൽ നമ്മുടെ അമ്മച്ചിമാർക്ക് വരെ ഭയങ്കര രീതിയിലുള്ള ചൂടുകുരുക്കളാണല്ലോ വരുന്നത്. ഈ ഒരു ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചൂടിൻ്റെ ഈ ഒരു കാലാവസ്ഥയുടെയാണ്. ചിലർക്ക് എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ചൂടുകുരുവൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുമൂലം ഭയങ്കര ചൊറിച്ചിലും പിന്നെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. ഭയങ്കരമായിട്ട് ചൂടെടുക്കും, പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ പലരുടെ സ്കിന്നിൽ റെഡ് കളറാവും. ഈ ചൂടുകുരുവൊക്കെ വന്നിട്ട് റെഡ് കളറാവുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൂടുകുരു ഈ ഒരു വേനൽക്കാലത്ത് ചൂടുകുരു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വേനൽക്കാലം കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടുകുരു വന്നതിൻ്റെ മൂലം ഉണ്ടാകുന്ന ആ ഒരു പാടുകളും ആ തടിപ്പുകളും ഒക്കെ ആയിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ഒരു വൃത്തികെട്ട കോലത്തിലേക്കായി പോകാറുണ്ട് അല്ലേ. ഈ ഒരു ചൂടുകുരു പോലെ തന്നെ നമ്മൾ സ്ത്രീകൾക്കാണ് കേട്ടോ കൂടുതലായിട്ട്. ഈ ഒരു ചൂടുകുരു പോലെ തന്നെ നമ്മുടെ സ്വകാര്യ ഭാഗം എന്നല്ല, നമ്മുടെ തുടയുടെയൊക്കെ സൈഡുകളിലുണ്ട്, തുടയിടുക്കലിലും തുടയുടെ സൈഡിലൊക്കെ ചൊറിച്ചിലും അതേപോലെ അവിടെയും ചെറിയ ചെറിയ പിമ്പിൾസ് എന്നല്ല, ചൂടുകുരു പോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരികയും അത് നമ്മളായിട്ട് തന്നെ അത് ചൊറിഞ്ഞും മാന്തിയൊക്കെ അവിടെ സ്കിന്നിന് ഡാമേജ് ആവുകയും അതേപോലെ അവിടെ ഒരു സ്കിന്നിന് തന്നെ ഒരു ചേഞ്ച് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഒട്ടുമിക്കവരും ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഓയിൻമെൻറ്റുകളൊക്കെ വാങ്ങിച്ച് തേക്കുകയും പൗഡറുകൾ ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഹോം റെമഡീസ് ഉണ്ട് കേട്ടോ. ഒരുപാടെന്നല്ല, ചില ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് എടുത്ത് കഴിഞ്ഞാൽ ഒരു 99% വീഡിയോസും ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാറുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1% മാത്രമാണ് എനിക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വന്ന് പറയാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. ഒട്ടുമിക്ക വർഷങ്ങളും ഈ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തൊട്ടിട്ട് ഒരു ഏപ്രിൽ മെയ് വരെയൊക്കെ ഈ ചുടുകുരു കണ്ടിന്യൂസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ചുടുകുരു വന്നിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ആവുകയും ഭയങ്കര പാടുകളായിട്ട് സ്കിന്ന് ഭയങ്കരമായിട്ട് കട്ടിയാവുകയും ഭയങ്കര വൃത്തികളായി പോകാറുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ. നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും മഴക്കാലമായാലും ഈ ഒരു സ്കിന്നൊന്ന് തെളിഞ്ഞ് ഒന്ന് വരാനായിട്ട് തന്നെ ഒരു 5-6 മാസം മേലെടുക്കും. ആ 5-6 മാസം കഴിയുമ്പോഴായിരിക്കും പിന്നെ അടുത്ത ചുടുകുരു വന്നു തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ചുടുകുരു നമ്മുടെ തുടയിലൊക്കെ സൈഡിലൊക്കെ വരുന്ന കുരുക്കളും അതിൻ്റെ പാടുകളും ഒക്കെ മാറാനായിട്ടും നമ്മുടെ മുഖം പോലെ തന്നെ നമ്മുടെ കയ്യിലും കാലിലൊക്കെയുള്ള ബാക്ടീരിയാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ അല്ലേ. നമ്മുടെ മുഖത്തൊക്കെ പിമ്പിൾസ് വരാനുള്ള മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് അഴുക്കടിയുന്നത് കൊണ്ടും പിന്നെ ഈ ബാക്ടീരിയയുടെ പ്രവർത്തനങ്ങളൊക്കെ മൂലമാണ് നമ്മുടെ മുഖത്താണെങ്കിലും ഈ പിമ്പിൾസ് വരുന്നതും സ്കിൻ അലർജീസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നമുക്ക് ഈ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ ഹോം റെമഡി യൂസ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടും. നിങ്ങളൊരു 1 വീക്ക് അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് എന്താ വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പേരയിലയാണ് കേട്ടോ. നമ്മുടെ പേരയിലയുടെ മൂത്തതോ തളിരിലോ എന്ത് വേണം എടുക്കാം കേട്ടോ. നമ്മുടെ ഇതുപോലെ കുറച്ച് പേരയില എടുക്കാം കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് തീരുന്നവരെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പേരയില നമ്മുടെ ആവശ്യത്തിനുള്ള പേരയില എടുത്ത ശേഷം ഈ ഒരു പേരയുടെ ഇല നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് കേട്ടോ. നമ്മുടെ സാധാരണ വെള്ളം ചേർത്തിട്ട് നോർമൽ വാട്ടർ, തിളപ്പിച്ച വെള്ളം എന്നല്ല, നമ്മുടെ സാധാരണ പൈപ്പിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് ഈ ഒരു പേരയില നമുക്ക് മിക്സിയിൽ അരയ്ക്കാം. ഇനി മിക്സിയുടെ ജാറിൽ നമ്മൾ പേരയില അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേരയിലയുടെ ഇവിടെ ആയിട്ട് കുറച്ച് ഇവിടെ ആയിട്ടൊരു കമ്പ് പോലെ ഒരു സംഭവം ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ചിലപ്പോൾ മിക്സിക്കകത്തൊക്കെ കുടുങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇല നമ്മളിത് ഇതേപോലെ കീറിയിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. ഇതേപോലെ നമ്മൾ ഒന്ന് പിച്ച് കീറി കൊടുത്തിട്ട് നമ്മൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ പേസ്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇത് നമുക്ക് നല്ല അത്യാവശ്യം പേസ്റ്റ് പോലെ ആക്കി നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇപ്പോൾ ഞാൻ നമ്മുടെ പേരയില അരച്ച് സെറ്റാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനെ കിട്ടിയെന്ന്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരയില ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ അരച്ചിട്ട് വെള്ളം കൂട്ടി അരിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ അരിപ്പ കൊണ്ടിട്ട് നന്നായിട്ട് കുറച്ചും കൂടി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടി അരിച്ചെടുക്കുക. അപ്പോൾ ഈ പേരയില നമ്മൾ അരക്കാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. ഈ ചൂട് സമയത്ത് പേരയിലൊക്കെ ഒത്തിരി പൊടികളൊക്കെ ഉണ്ടാവും. പിന്നെ അത്യാവശ്യം പുഴുവും അത്യാവശ്യം പ്രാണികളൊക്കെ പുഴു കൂട്ടൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഈ പേരയില 2 വട്ടെങ്കിലും കഴുകിയ ശേഷം വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. വൃത്തിയാക്കി അരച്ചെടുത്ത ശേഷം ഞാൻ അരിച്ചെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ ഇപ്പോൾ സെറ്റാക്കി എടുത്തോണ്ട് വന്നേക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പേരയിലക്കകത്തോട്ട് ഇനി ചേർക്കേണ്ട പേരയില വെള്ളത്തിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. ഇത് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല, അതൊരു സാധനമാണ്.
അപ്പോൾ കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും റിയാക്ഷൻസ് ഉള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ അളവ് കുറച്ചാൽ മതി കഴിഞ്ഞാൽ. അപ്പോൾ കസ്തൂരി മഞ്ഞൾ മസ്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് വേണം. കസ്തൂരി മഞ്ഞൾ പകരം മറ്റ് മഞ്ഞളുകൾ എടുത്തിട്ട് പ്രത്യേകിച്ച് വലിയൊരു ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കസ്തൂരി മഞ്ഞൾ ആക്കിയാലേ നമുക്ക് ഈ പേരയിലെ വെള്ളത്തിനകത്തോട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള കസ്തൂരി മഞ്ഞൾ, ഇത്ര ടീസ്പൂണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്കെല്ലാം കണക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ നമുക്ക് അറിയാലോ എന്തോരം വേണം. പിന്നെ അലർജി ഉള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻസ് കസ്തൂരി മഞ്ഞൾ തേച്ചാലുള്ളവർ കണ്ടന്റ് കുറച്ചാൽ മതി കേട്ടോ കസ്തൂരി മഞ്ഞളുടെ. അല്ലാത്തവർക്ക് കുറച്ച് കണ്ടന്റ് വേണമെങ്കിൽ കൂട്ടുക. ഒരുപാട് മഞ്ഞൾ നമ്മൾ എടുക്കരുത്. എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പം മഞ്ഞൾ ചെന്നപ്പോഴത്തേനും നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ ആ ഒരു പേരയുടെയും കളറിന് ഒരു ചെറിയൊരു ലൈറ്റ് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. മണത്ത് നോക്കണം കേട്ടോ. മണത്ത് നോക്കുമ്പോൾ നമുക്ക് മഞ്ഞളുടെ പേരയുടെ ഒരു നല്ല സ്മെല്ല് നമുക്ക് അറിയാൻ പറ്റും. ഒരിത്തിരി മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ ആരും കസ്തൂരി മഞ്ഞളിന് അലർജി ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ മഞ്ഞൾ ഇത്ര ഇട്ട് കൊടുത്തത്. ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒന്ന് വേറൊരു ബോട്ടിലേക്ക് ഒഴിച്ച് കാണിക്കാം കേട്ടോ. നമ്മൾ ഇതേപോലെ ഒരു മിശ്രിതം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഏതെങ്കിലും ഒരു ബോട്ടിലേക്ക് നമ്മൾ മാറ്റി ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഒഴിച്ച് കാണിക്കാം കേട്ടോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവും. ഇതുണ്ടോ, വെള്ളമാണ് കൂടുതൽ, വെള്ളത്തിൻ്റെ കണ്ടന്റാണ് ഇതിൽ കൂടുതൽ വന്നേക്കുന്നത്. വളരെ കുറവാണ് നമ്മുടെ പേരയിലയുടെ, കാരണം വെള്ളം നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് എന്ന് പറഞ്ഞ് ഒരുപാട് വെള്ളത്തിൻ്റെ കണ്ടന്റ്. ഈ ഒരു കളർ നിങ്ങൾക്ക് ഇപ്പോൾ നോർമൽ ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ വെള്ളത്തിൻ്റെ ഒരു കളർ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബോട്ടിലേക്ക് മാറ്റി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെയാണ് തേക്കണ്ടേ യൂസ് ചെയ്യേണ്ടതെന്നല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ കുറച്ചിങ്ങനെ കയ്യിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഒഴിച്ചു കൊടുത്ത വെള്ളം നമ്മൾ നമ്മുടെ ചുടൂര് നമ്മുടെ മുഖത്തൊക്കെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ ആ ഒരു വെള്ളം ഇതേപോലെ വെറുതെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ നെക്കിലാണ് കാണിച്ചത്. ഇങ്ങനെ മുഖത്ത് ചെറിയൊരു മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ നെക്കിൽ കാണിച്ചു തരാം. ഇതേപോലെ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ നമുക്ക് തേക്കാം കേട്ടോ. കാലിൽ നമ്മുടെ ചുടൂരും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് നമ്മുടെ നെക്കിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. അവിടുത്തെ എന്തെങ്കിലും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ തേച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തും ഇത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ മാറാനും മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് നല്ലതാണ്. ചൂടുകുരു മാത്രമല്ല, ഇതേപോലെ തന്നെ നമ്മുടെ തൊടയുടെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ചൂടുകുരു പോലെ ചെറിയ കുരുക്കളും ചെറിയ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവില്ല. അതിനൊക്കെ ആ ഒരു ഭാഗത്തും ഇത് നമ്മുടെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ വെള്ളം പോലത്തെ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ഈ ഒരു നെക്കിൽ തേച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല, കാരണം ഇത് ഇപ്പോൾ തന്നെ അബ്സോർബായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം കുളി കഴിഞ്ഞിട്ട് തേക്കാം. നമ്മൾ കുളിക്കുന്നതിന് മുമ്പുള്ള ടൈം ഉണ്ടല്ലോ, രാവിലെ തൊട്ട് ഇപ്പോൾ വൈകുന്നേരമാണ് കുളിക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയത്ത് എപ്പോഴെങ്കിലൊക്കെ തേച്ച് പിടിപ്പിച്ചേക്കാം. കാരണം ഇത് അബ്സോർബായി പോകും, നമ്മൾ തേച്ചെന്ന് പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മുഖത്ത് നമ്മുടെ എവിടെ വേണേൽ നമുക്ക് തേക്കാം, പ്രൈവറ്റ് പാർട്ടിൽ തേക്കരുത് കേട്ടോ, കാരണം കസ്തൂരി മഞ്ഞളാണ്. അപ്പം അതിന് നമുക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, എത്ര നാൾ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അതിൽ കൊണ്ടത് പോകില്ല, കാരണം അറിയാമല്ലോ ചീത്തയായിപ്പോൾ. അപ്പോൾ നമ്മൾ ഇത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിശ്രിതം നമ്മൾ എത്ര നാൾ ഫ്രിഡ്ജിലിരിക്കുന്നോ അത് തീരുന്നവരെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും നാളത് ശരിയാവാതിരിക്കും. അപ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര അടിപൊളിയാണിത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിൽ പലർക്കും പേരയിലെ മഞ്ഞളൊക്കെ അരച്ച് തേക്കുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതാണെന്ന് അറിയാമെങ്കിലും കൂടി നമ്മളത് യൂസ് ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പാക്ക് പോലെ ഇട്ട് നമുക്ക് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ചടങ്ങ് പരിപാടിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ പലരും അതൊക്കെ ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വെള്ളം കൺസിസ്റ്റൻസി ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ഓരോ വട്ടം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോഴും ഓരോ വട്ടം നമ്മൾ ഇതേപോലെ കുലുക്കിയിട്ട് എടുക്കണം, കാരണം അടിയിൽ സത്തടിഞ്ഞ് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുലുക്കിയ ശേഷം വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജനിച്ച് വീണ തീരെ കുഞ്ഞു ആവകൾക്കൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ നല്ല ചൂടുകുരും അതിൻ്റേതായ റെഡ്നെസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഒരിക്കലും തേച്ച് കൊടുക്കരുത് കേട്ടോ. കാരണം കസ്തൂരി മഞ്ഞൾ അവരുടെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് സ്കിന്നാണ്. അപ്പോൾ അവർക്ക് അതിന് കൂടുതൽ അലർജീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞു ആവകൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മഞ്ഞൾ തേച്ച് കൊടുക്കില്ല കേട്ടോ. മഞ്ഞൾ തേക്കാതെ അവർക്ക് പേരയില മാത്രം അരച്ചിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. കുഞ്ഞു ആവകൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു റെഡ്നെസ്സും ആ ഒരു ചുടുകുരുവിൻ്റെ അവരുതൊക്കെ മാറാനായിട്ട്. അപ്പോൾ നമ്മൾ വലിയ ആൾക്കാർക്കാണ്, കുഞ്ഞു ആവൾക്കൊഴിയുള്ള ആൾക്കാർക്കുള്ളതാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്ക് വെച്ചിട്ട് ആവശ്യമാണ് യൂസ് ചെയ്യാം. പിന്നെ പറഞ്ഞാൽ ഇത് ഒരു ദിവസം ഒരു ഏറ്റവും കുറഞ്ഞ 2 വട്ടമെങ്കിലും യൂസ് ചെയ്യണം കേട്ടോ. 2 വട്ടമെങ്കിലും നമ്മൾ തേച്ച് കൊടുക്കുക, എന്നാലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് കിട്ടത്തുള്ളൂ.
അതേസമയം ഒട്ടും സമയമാക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടമൊക്കെ തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 2 3 വട്ടമൊക്കെ തേക്കുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സംഭവം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരുപാട് ആയുർവേദിക് ഡോക്ടർമാരുടെയൊക്കെ നമ്മൾ റിവ്യൂസും വീഡിയോസൊക്കെ കാണുന്നതാണ്. അവരൊക്കെ ആണെങ്കിലും പേരയിലെ മഞ്ഞളിനെയൊക്കെ പറ്റി വളരെ നല്ല ഒരു റിവ്യൂസ് ആണല്ലേ പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ റിസൾട്ട് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചുടുകുരുവിൻ്റെയും അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ സ്കിൻ അലർജി പോലെയുള്ള എന്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. 1 വീക്കെങ്കിലും യൂസ് ചെയ്തിട്ട് മാറ്റമുണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ 1 വീക്ക് എന്നല്ല ഞാൻ പറയട്ടെ, നമുക്കൊരു ആരോഗ്യ പ്രശ്നം വരുമ്പോൾ നമ്മളത് മാറുന്ന വരെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഡെയിലി. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.